മഹാരാഷ്ട്രയിലൊക്കെ വലിയ വിജയമാണ് BJP നേടിയത്. അതൊന്നും ഇവിടെ ആരും ചർച്ച ചെയ്യുന്നില്ല. പാലക്കാട് തോൽവി സംസ്ഥാന നേതൃത്വത്തിന്റെ തലയിലേക്ക് കെട്ടിവെച്ചുകൊണ്ട് സുരേന്ദ്രൻ രാജിക്കത്ത് നൽകാൻ പോകുന്നു. മാറ്റി ശോഭാ സുരേന്ദ്രൻ വരുന്നു. BJPയിൽ അഴിച്ചുപണിയാണ് എന്നൊക്കെ പറഞ്ഞ മാധ്യമങ്ങൾ, മറ്റൊരു വാർത്തകളും ഇപ്പോ മുൻനിര മാധ്യമങ്ങൾ എന്ന് പറയുന്നവർക്കില്ല. കേരളത്തിലെ അവര് മഹാരാഷ്ട്രയിലെ BJPയുടെ വിജയത്തെക്കുറിച്ചൊന്നും ഇവിടെ ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ കേരളത്തിൽ പാലക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് BJPക്ക് ഒരു അടി പതറി എന്ന് പറഞ്ഞുകൊണ്ട് ആ ദിവസം മുതൽ 23-ാം തീയതി മുതൽ അന്തിച്ചർച്ചകൾ, സുരേന്ദ്രന്റെ പുറകെ പോകുന്നു, ബൈറ്റ് എടുക്കുന്നു, കൃഷ്ണകുമാറിനെ വെറുതെ വിടുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ വലിയൊരു സംഭവ വികാസങ്ങളാണ് BJPയിൽ സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ കേന്ദ്ര നേതൃത്വം തന്നെ പറയുന്നു സുരേന്ദ്രനെ മാറ്റുന്നതിലേക്കോ മറ്റൊരു സംസ്ഥാന പ്രസിഡന്റിനെ കൊണ്ടുവരുന്നതിലേക്കോ ഉള്ള തീരുമാനങ്ങൾ ഞങ്ങൾ എടുത്തിട്ടില്ല എന്നുള്ളത്. സത്യത്തിൽ എന്താണ് ഈ മുൻനിര മാധ്യമങ്ങൾ എന്ന് പറയുന്നവർ ഇത്ര BJPയെ ശത്രുവായി കാണാനുള്ള? സത്യത്തിൽ BJP എന്ന് പറയുന്നത് ഒരു ദേശീയ പാർട്ടിയാണ്. അപ്പോൾ ദേശീയ പാർട്ടി എന്ന നിലയിൽ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും സ്വാഭാവികമായും വേരോട്ടം ഉണ്ടാകും. സ്വാഭാവികമായും കേരളത്തിലാണ് BJPക്ക് ഏറ്റവും കൂടുതൽ, ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുറവ് വേരോട്ടമുള്ളത്. അവർ ഒരുപാട് തവണ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഇക്കാലയളവിൽ ഒരാൾ മാത്രമാണ് നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചു വന്നത് അല്ലേ. അതിനുശേഷം ഒരു MP വന്നു, ഇപ്പോൾ സുരേഷ് ഗോപി. ഇത് ഒഴിച്ചു നിർത്തിയാൽ എടുത്തു പറയുന്ന നേട്ടമൊന്നും BJPക്ക് ഇതുവരെ ഉണ്ടായില്ല. പക്ഷേ ഈ ദേശീയ തലത്തിൽ എടുത്തു നോക്കിയാലോ, മഹാരാഷ്ട്ര എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് BJP ഭരണം പിടിക്കുകയാണ്. അതെങ്ങനെയാണ് പിടിക്കുന്നത്? ഇത്രയും കാലം മറാഠ വികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടെ നിന്നിരുന്ന ശിവസേനയെ നിഷ്പ്രഭരാക്കി അല്ലേ, അടിച്ചു വളർത്തിക്കൊണ്ട് കയറി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ എക്കാലവും കാണുന്ന ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു മുഖമുദ്ര എവിടെ നിന്നാണ്? മഹാരാഷ്ട്ര അല്ലെ, മുംബൈയിൽ നിന്നാണ് കാണുന്നത്. അത് മാറിയിട്ട് BJP സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറി വന്നു. നമ്മൾ ആലോചിക്കുക, ഈ ഫഡ്നാവിസ് മുഖ്യമന്ത്രിയായിരുന്ന മഹാരാഷ്ട്രയിലാണ് പിന്നീട് ഈ പിന്നെ ശിവസേനയിൽ നിന്ന് തന്നെ ഒരു വിഭാഗം അടർന്നു വന്നപ്പോൾ ആർക്ക് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി സ്ഥാനം മാറ്റിക്കൊടുത്തു? അതായത് ഏക്നാഥ് ഷിൻഡെ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് ഈ ഉപമുഖ്യമന്ത്രിയായിട്ട് ഈ ഫഡ്നാവിസ് മാറിക്കൊടുത്തു. അപ്പം BJP അങ്ങനെ പാർട്ടി വളർത്താനായിട്ട് എന്ത് വിട്ടുവീഴ്ചകൾക്കും എന്ത് നയങ്ങൾക്കൊക്കെ ഒരു നിലപാട് സ്വീകരിക്കും. ഇവിടെ അതിൻ്റെ ഫലമുണ്ടായി. മൊത്തം 288 സീറ്റിൽ 133 സീറ്റ്, ഏതാണ്ട് കേവല ഭൂരിപക്ഷത്തിന് അടുത്ത് വരെ എത്തിയിരിക്കുന്നു. അങ്ങനെ BJP മുന്നേറ്റം നടത്തി. ബീഹാറിൽ 4 ഉപതെരഞ്ഞെടുപ്പ് നടന്നു, 4 സീറ്റിലും വിജയിക്കുന്നു. ഉത്തർപ്രദേശിൽ മത്സരിക്കുന്നു, അവിടെ വിജയിക്കും. അപ്പോൾ ഈ സംസ്ഥാനങ്ങളിലൊക്കെ രാജസ്ഥാൻ ഉപതെരഞ്ഞെടുപ്പിലും BJPക്ക് മികച്ച വിജയം നേടാൻ കഴിയും. അപ്പോൾ ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഹരിയാന ഒട്ടും പ്രതീക്ഷിച്ചതല്ലേ അല്ലേ, എന്നിട്ട് അവിടെ ഭരണവും പിടിച്ചു. അപ്പോൾ അതൊക്കെ അങ്ങ് വിസ്മരിച്ചുകൊണ്ട് കേരളത്തിൽ BJPക്ക് വലിയ തകർച്ച നേരിട്ടു. കേരള BJP അമ്പേ തകർന്നു. സുരേന്ദ്രൻ രാജിവെക്കണം. സുരേന്ദ്രൻ സ്വയം രാജിസന്നദ്ധ പ്രകടിപ്പിച്ചു. എന്താ മനസ്സിലാക്കേണ്ടത്? കേരളത്തിൽ നിന്ന് BJPക്ക് എടുത്തു പറയത്തക്ക സംഭാവനകളൊന്നുമില്ല. പാലക്കാട്ടെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നമുക്ക് നോക്കാം. അവിടെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തി സ്ഥാനാർത്ഥിയായി വന്നു. കൃഷ്ണകുമാറിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരുപാട് പടയൊരുക്കങ്ങളുണ്ടായി. കൃഷ്ണകുമാർ നല്ല കാൻഡിഡേറ്റ് അല്ല, അല്ലെങ്കിൽ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ തന്നെ ഇപ്പം രംഗത്തെത്തി പറയുന്നു കൃഷ്ണകുമാറിനെ നിർത്തേണ്ടായിരുന്നു, മറ്റാരെങ്കിലും സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല സന്ദീപ് വചസ്പതി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, പിന്നെ സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് തന്നെ നയിച്ച ഒരു പിന്നെ ഇലക്ഷനിൽ എങ്ങനെയാണ് വോട്ട് ചോർച്ച ഉണ്ടായത്, അത് പരിശോധിക്കപ്പെടുക തന്നെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ നിരവധി പേർ ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ തലപ്പത്തേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം എവിടെയൊക്കെ ആയിരുന്നു സൈബർ ഇടങ്ങളിലാണ് ഇത്തരം വലിയ ചർച്ചകൾ നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നവനും സൈബർ എടുത്ത് കളിക്കുന്നവനും രണ്ടും രണ്ടാണ്. ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ മാത്രമേ പൾസ് ശരിക്കും മനസ്സിലാവുള്ളൂ. ഇപ്പോൾ പാലക്കാട് ഒരു കാര്യം എടുത്താൽ 46,000 വോട്ടാണ് പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കിട്ടിയത്. അത് ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് വ്യക്തിപരമായ ഒരുപാട് സ്വാധീനമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയും വോട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇവിടെ കൃഷ്ണകുമാർ മത്സരിച്ചപ്പോൾ ഏതാണ്ട് 43,000 വോട്ടോളം കിട്ടി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3,000 വോട്ടിൻ്റെ വ്യത്യാസം. ഇപ്പോൾ 1.5 അത്രയും കണ്ടാണ് ശതമാനക്കണക്കിൽ പറഞ്ഞാൽ കുറവ് വരുന്നത്. അത് കുറവ് വന്നു, സത്യമാണ്. അപ്പോൾ നഗരസഭാ പരിധിയിൽ BJPക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃഷ്ണകുമാർ എന്ന വ്യക്തിയോടുള്ള താല്പര്യക്കുറവ് കൊണ്ടാണോ? പരിശോധിക്കണം. ഇപ്പം നിലവിലുള്ള നഗരസഭാ ചെയർപേഴ്സൺ, മുൻ നഗരസഭാ വൈസ് ചെയർമാൻ, ഇവരൊക്കെ പറയുന്നു കൃഷ്ണകുമാർ എന്ന് പറയുന്നത് ആപ്റ്റായ സ്ഥാനാർത്ഥിയല്ല. പക്ഷേ ഈ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന ആരാ? സംസ്ഥാനം കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് കേന്ദ്രത്തിലെ ഒരു കമ്മിറ്റിയാണ് ഈ ഒരു സ്ഥാനാർത്ഥിക്ക് അന്തിമ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുക. അപ്പോൾ അത്തരത്തിൽ കൃഷ്ണകുമാറിനെ നിർത്തിയത് പരാജയമാണെങ്കിൽ അവരത്
അത് തിരുത്തും. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ എന്താ ചെയ്യുന്നത്? ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം പാലക്കാട്ടെ BJPയുടെ പ്രശ്നമാണെന്ന് വരുത്തി തീർക്കുന്നു. അതോടുകൂടി ഇന്നല്ലെങ്കിൽ നാളെ പാലക്കാട്ട് BJPക്ക് ഒരു വളർച്ച ഉണ്ടാവും, ഒരു സംശയം വേണ്ട. പക്ഷേ ഇവിടെ മറ്റ് വിഷയങ്ങളെല്ലാം തന്നെ വിസ്മരിച്ചുകൊണ്ട് ഇത് മാത്രം അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു മീഡിയ മുന്നോട്ട് വരുന്നു. അപ്പോൾ ആ മീഡിയ കൊടുക്കുന്ന വാർത്ത ഇതായതുകൊണ്ട് മറ്റ് മീഡിയ അതിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ചാനലുകളെല്ലാം അതിൻ്റെ പിന്നാലെ പോകുന്നു. സ്വാഭാവികമായിട്ടും പിറ്റേ ദിവസം പത്രങ്ങളിൽ അതേ വാർത്തകൾ തന്നെ ക്യാരി ചെയ്യുന്നു. ഇവിടെ എന്താ പറയുന്നത്? ശോഭാ സുരേന്ദ്രൻ പുതിയ അധ്യക്ഷയാകും, നല്ല കാര്യം. ഒരു വനിത ഒരു പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്ന നല്ല കാര്യമല്ലേ? അവരെ ആക്കാൻ ആര് നിശ്ചയിച്ചു? മാധ്യമങ്ങൾ. അല്ലാതെ നമ്മൾ ഇവിടുന്ന് വാർത്ത കിട്ടില്ലല്ലോ. ഇനി ശോഭാ സുരേന്ദ്രന് പകരം ഈ പറയുന്ന മറ്റ് കൃഷ്ണദാസ് വരുന്നു, അല്ലെങ്കിൽ MD രമേശ് വരുന്നു. ശരി, അവർ വരട്ടെ. അവസരം കിട്ടാത്തവർ മുന്നോട്ട് വരട്ടെ, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അപ്പോൾ കേന്ദ്രത്തിൽ നമുക്ക് ഗഡ്കരി ഉണ്ടായിരുന്നു, രാജ്നാഥ് സിംഗ് ഉണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ ഓരോരുത്തരും മാറി വരുന്നുണ്ട്, വരട്ടെ, അതൊരു നല്ല കാര്യമാണ് എന്ന് പറയുന്ന പോലെ കേരളത്തിലെ അധ്യക്ഷനും ഇപ്പോൾ കാലാവധി കഴിയാറായെങ്കിൽ അദ്ദേഹം മാറി മറ്റയാൾ വരട്ടെ. പക്ഷേ അത് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള വീഴ്ചയാണ്. മാത്രമല്ല ഇപ്പം കോഴിക്കോട്ടുള്ള മുൻ BJPയുടെ ഒരു ജില്ലാ പ്രസിഡന്റ് P. രഘുനാഥ്, അദ്ദേഹമാണ് പാലക്കാട് വലിയ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചത്. അതെ, പ്രഭാരിയായിട്ട് വരുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തെ മാറ്റണം എന്നൊക്കെ നേരത്തെ ഞങ്ങൾ പറഞ്ഞതാണ്. സ്വാഭാവികമല്ലേ, ഏതൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാലും ആ സ്ഥാനാർത്ഥിക്കെതിരായിട്ടും അനുകൂലമായിട്ടും നിലപാടുകളുണ്ടാവും. ഇവിടെ കൃഷ്ണകുമാർ നല്ല സ്ഥാനാർത്ഥിയാണെന്ന് നമുക്ക് അഭിപ്രായമില്ല, നമുക്ക് കൃഷ്ണകുമാർ മോശമാണെന്നോ അഭിപ്രായമില്ല. BJP എന്ന പാർട്ടി ഏതൊരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നോ അവർ വിജയിപ്പിക്കുകയോ തോൽപ്പിക്കുകയോ ചെയ്യാം. LDF ആരെ നിശ്ചയിക്കുന്നോ അതും ഓക്കെ, UDF ആരെ നിശ്ചയിക്കുന്നോ അതും ഓക്കെ. അപ്പോൾ ഏത് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചാലും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പ്രശ്നമുണ്ടാകും. അപ്പോൾ ഇവിടെ കൃഷ്ണകുമാറിനെ നിർത്തിയത് കൊണ്ട് BJP കേരളത്തിൽ അമ്പയെ പരാജയപ്പെട്ടു, ഇങ്ങനെ ഒരു നരേറ്റീവ് സൃഷ്ടിക്കേണ്ട ആവശ്യം ചിലർക്കുണ്ട്. അല്ല, പക്ഷെ വേറൊരു കാര്യമുണ്ട്. ചേലക്കരയിൽ രമ്യ ഹരിദാസ് തോറ്റിട്ട് പോലും ഇത്രയും വലിയ പ്രശ്നങ്ങൾ UDFന് നേരിടേണ്ടി വന്നിട്ടില്ല. VD സതീശന്റെ പുറകിലോ K. സുധാകരന്റെ പുറകെ ആരും പോകുന്നത് കണ്ടില്ല. അവിടെ തോറ്റ രമ്യ ഹരിദാസിന്റെ പുറകിലേക്ക് ആരും പോകുന്നത് കാണാനില്ല. നേതൃത്വത്തെ ആരും കുറ്റം പറയുന്നില്ല. കാരണം ഇപ്പുറത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ വിജയം നേടി എന്നുള്ളത്, വയനാടും അവർ കൈപ്പിടിയിൽ ഒതുക്കി എന്നുള്ളത് വെച്ചിട്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. പക്ഷേ പാലക്കാട് തന്നെയാണ് 23-ാം തീയതി മുതൽ വാർത്തകളിൽ ഇങ്ങനെ രാവിലെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ വാർത്തകൾ നോക്കിയാലും, പ്രമുഖ ചാനലെന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ മുൻനിര ചാനലെന്ന് അവകാശപ്പെടുന്നവരുടെ വാർത്തകൾ നോക്കിയാലും ഒക്കെ കൃഷ്ണകുമാറിന്റെ പുറകെ പോയി വയറ്റെടുക്കുന്നു. പിന്നെ സുരേന്ദ്രനെ വെറുതെ വിടുന്നില്ല. BJP നേതാക്കളെ ഓരോരുത്തരെയായി പോയി കണ്ട് അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും എഴുതാൽ അതിന് ബ്രേക്കിംഗ് ആയി കൊടുക്കുന്നു. അത് വാർത്ത. ഇവരാരും എന്തുകൊണ്ട് മഹാരാഷ്ട്രയെക്കുറിച്ച് സംസാരിക്കുന്നത്? മഹാരാഷ്ട്രയിൽ ഇത്രയും ഒരു വ്യാവസായിക നഗരം BJPയുടെ കയ്യിലെന്ന് പറയുന്നത്, മഹാരാഷ്ട്രയിൽ ആരാണോ ജയിക്കുന്നത് അവരാണ് ഇന്ത്യയെ നയിക്കേണ്ടത്. അപ്പോൾ ആ തരത്തിൽ ഇനിയും ഒരു BJP സർക്കാർ ആകുമോ ഇന്ത്യയിൽ വീണ്ടും വരുന്നത് എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യേണ്ട സമയമാണിപ്പോൾ. അതൊന്നും ചർച്ച ചെയ്യാതെ പാലക്കാട് BJP, അതായത് എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ നിയോജക മണ്ഡലത്തിലും BJP ആണ് ജയിച്ചത്, ഇവിടെ മാത്രം BJPക്ക് ഒരു പരാജയം സംഭവിച്ചു പോയി എന്ന് പറയുന്നത് പോലെയാണ് ഈ മാധ്യമങ്ങളൊക്കെ ഇത്ര ആഘോഷം നടത്തുന്നത്. സിനിജി പറഞ്ഞതുപോലെ BJPക്ക് കേരളത്തിൽ വലിയ വളർച്ചയൊന്നുമില്ല. സുരേഷ് ഗോപി വളർച്ച എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വളർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. പക്ഷേ സ്വന്തമായ ഒരു സ്ഥാനാർത്ഥി MP ആക്കാനോ MLA ആക്കാനോ ഒരു കപ്പാസിറ്റിയിലേക്ക് പൂർണ്ണമായിട്ട് എത്തിയിട്ടില്ല. ഇപ്പൊ തൃശ്ശൂര് വ്യക്തി പ്രഭാവം കൂടി അവിടെ ഒരു ഘടകമായി എന്നുള്ളതാണ്. സുരേഷ് ഗോപി എന്ന വ്യക്തി പരാജയപ്പെട്ടിട്ട് 5 വർഷം തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. BJP സംബന്ധിച്ച് കിട്ടിയാൽ ലോട്ടറി അടിച്ചു, ഇല്ലെങ്കിൽ അവർ പഴയതുപോലെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകും എന്നുള്ളത് മാത്രമാണ്. താമര എല്ലായിടത്തും വാടുന്നുണ്ട്. അത് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ താമര എല്ലായിടത്തും വരും. ഒരു പാർലമെന്റിൽ മാത്രമേ താമര പൂത്തുലഞ്ഞുള്ളൂ. ബാക്കി ഈ വർഷങ്ങളിലൊക്കെ കേരളത്തിൽ താമര വാടി തന്നെയാണ് നിൽക്കുന്നത്. അതിനെ ഒന്ന് വെള്ളവും വളവും ഒക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് കൃത്യമായി വളർത്തിയെടുക്കാൻ BJP ശ്രമിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പൊ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് നയിച്ചുകൊണ്ട് പോകാൻ കഴിവില്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റി അടുത്ത ആളെ കൊണ്ടുവരിക. അത് എല്ലാ പാർട്ടിയിലും ഉള്ളത് തന്നെയാണ്. ഇപ്പൊ പരസ്യമായി VD സതീശനും K. സുധാകരനും തമ്മിൽ അടിയുണ്ടാക്കുന്നില്ലേ? BJPയിൽ അത്തരം പ്രശ്നങ്ങൾ പരസ്യമായില്ല, ഉൾപോരുകളങ്ങളെ ഉള്ളൂ, പരസ്യമായില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉൾപോരിന്റെ വാർത്തകൾ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഞങ്ങളാണ് ഇതിന്റെ പ്രശ്നങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരുന്നതെന്ന് പറയാണ്. ഇപ്പൊ ഈ പാലക്കാടിന്റെ കാര്യം പറയുമ്പോൾ വിസ്മരിക്കുന്ന ഒരു കാര്യമുണ്ട്. ധന്യ പറഞ്ഞതുപോലെ ചേലക്കരയിൽ എന്താ സംഭവിച്ചത്? BJPക്ക് 2021 തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ 10,000 വോട്ട് കൂടുതൽ കിട്ടി. അപ്പോൾ BJPക്ക് അവിടെ ഒരു വളർച്ചയുണ്ടായി. CPMന്റെ ഉറച്ച മണ്ഡലം കോട്ട എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്താ സംഭവിച്ചത്? ചേലക്കര ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ UDF വിജയിച്ചിട്ടും
അവിടെ നിന്ന് മത്സരിച്ച കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന LDF സ്ഥാനാർത്ഥി വിജയിക്കപ്പെട്ടു. അപ്പോൾ അത്രയും ഉറച്ച കോട്ടയാണ്. അവിടെ 10,000 വോട്ടിന് BJP മുന്നിലേക്ക് എത്തുന്നു എന്ന് വെച്ചാൽ നിലവിൽ കിട്ടിയ സീറ്റിനേക്കാൾ വോട്ടിനേക്കാൾ 10,000 വോട്ട് കൂടി. അപ്പം ചില മേഖലകളിൽ കൂടുന്നു, ചില മേഖലകളിൽ കുറയുന്നു. BJP എന്ന് പറയുന്ന പാർട്ടിയിൽ ഉൾപാർട്ടി പ്രശ്നങ്ങളുണ്ടാവാം. സ്ഥാനാർത്ഥി നിശ്ചയിക്കും. ഇപ്പം പാർട്ടി പ്രവർത്തകരുണ്ടല്ലോ, അവർ ജീവൻ കൊടുത്ത് അല്ലെ സ്വന്തം തൊഴിൽ അല്ലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറന്ന് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും. ചില നേതാക്കൾ അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ ഇവിടെ പറയുകയാണ്, പ്രഭാരി എന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രവർത്തിക്കാതെ AC റൂമിൽ കയറി കിടക്കുകയാണ്. ആണോ അല്ലയോ എന്നുള്ളത് പാർട്ടി പരിശോധിക്കട്ടെ. ശോഭാ സുരേന്ദ്രൻ വന്നിരുന്നെങ്കിൽ ഇതിനപ്പുറം നടന്നേനെ, ശരിയായിരിക്കാം. സുരേന്ദ്രൻ വന്നിരുന്നെങ്കിൽ ജയിച്ചേനെ, ശരിയായിരിക്കാം. പക്ഷേ ഓരോ പാർട്ടിക്കും അവരുടേതായ നിലപാടുകളുണ്ടാവില്ലേ? അപ്പോൾ കേരളത്തിൻ്റെ നേതൃത്വം ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിന് കൊടുക്കുന്നു. അതിനനുസരിച്ച് കേന്ദ്രം ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നു. ആ സ്ഥാനാർത്ഥി ഇവിടെ പരാജയപ്പെട്ടു. ഓക്കെ, അതോടുകൂടി ഇവിടെ കഴിഞ്ഞു. ഒപ്പം പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചപ്പോൾ അവിടെ പരസ്യമായി പ്രകടനം നടത്തിയാരാ? SDPIക്കാരാണ്. അവരവരുടെ പതാകയും ഉയർത്തി നെഞ്ചത്ത് കയ്യൊക്കെ വെച്ച് വളരെ സന്തോഷം പ്രകടിപ്പിക്കുന്നു. എന്നിട്ട് ഇപ്പോൾ എന്താ പറയുന്നത്? ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ വോട്ട് ഞങ്ങൾ മേടിച്ചില്ല, SDPIക്കാരുടെ വോട്ട് മേടിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് LDF അവരെ കുറ്റം പറയുന്നു. UDF പറയുന്നു ഞങ്ങൾ ഇത്രയും നാൾ ഇങ്ങനെ ജമാഅത്തിൻ്റെ വോട്ടൊന്നും സ്വീകരിച്ചില്ല, 3 പതിറ്റാണ്ടോളം ജമാഅത്തുകാർ ഇവരുടെ കൂടെയാണ് നിന്നത്, ഇടതുപക്ഷത്തിന് കൂടെയാണ്. അപ്പോൾ ആ വാർത്തകളൊന്നും കൂടുതലായിട്ട് വരരുത് എന്നുദ്ദേശിക്കുന്ന ചില മാധ്യമങ്ങൾ നേരെ BJPക്ക് അറ്റാക്ക് ചെയ്യുന്നു. അപ്പം BJP അറ്റാക്ക് ചെയ്യുമ്പോൾ കേരളത്തിലെ പ്രശ്നങ്ങൾ മാത്രം അഡ്രസ്സ് ചെയ്യുന്നു. മഹാരാഷ്ട്രയിൽ നേടിയ വലിയ വിജയത്തെ കാണുന്നേയില്ല. ഇപ്പം രാജ്യത്തെ ഒരു വ്യാവസായിക മേഖലയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് മഹാരാഷ്ട്രയാണ്. ഇപ്പോൾ ഈ മഹാരാഷ്ട്രയിലെ വിജയം ഇവിടെ കിട്ടിയില്ല എന്ന് വെച്ചു. NCPയും കോൺഗ്രസും ഒക്കെ ഉൾപ്പെടുന്ന സഖ്യത്തിനാണ് വിജയം നേടിയെങ്കിൽ അത് വലിയ ഇപ്പൊ ചർച്ച അത് മാത്രമായി മഹാരാഷ്ട്രയിൽ തകർന്നടിഞ്ഞ താമര എന്ന് പറഞ്ഞേ. അതെ, ഇപ്പം വഖഫുമായി ബന്ധപ്പെട്ട് മുനമ്പത്തൊരു പ്രശ്നമുണ്ടായി. സത്യത്തിൽ മുനമ്പത്തെ പ്രശ്നമാണ് ദേശീയ തലത്തിൽ തന്നെ വഖഫുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചയായി മാറിയത്. അതിൽ കുറച്ച് ഗോളുകൾ നേടാൻ BJPക്ക് സാധിച്ചു. കാരണം എന്താ? ഈ വിഷയം ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിടുകയും അവിടെ ചർച്ച ചെയ്തതിന് ശേഷം പിന്നീട് ലോക്സഭയിൽ നമുക്കത് ബില്ല് അവതരിപ്പിക്കാമെന്നുള്ള നിലയിലേക്ക് വന്നു. അപ്പോൾ ഇത്തരത്തിൽ BJP നിലപാട് സ്വീകരിച്ചതുകൊണ്ട് അവർക്കെതിരെ ഒരു പണി കൊടുക്കാമെന്ന് കേരളത്തിലെ ചില രാഷ്ട്രീയ കക്ഷികളും ഒപ്പം മാധ്യമങ്ങളും തീരുമാനിച്ചുകൊണ്ടാണ് BJPക്ക് നേരെ ഈ കേരളത്തിൽ കടന്നാക്രമണം നടത്തുന്നത്. അപ്പോൾ ലോക്സഭ ഇന്ന് സമ്മേളിക്കാൻ തുടങ്ങുന്നതോടുകൂടി അവിടെ ഇത്തരത്തിലുള്ള ബില്ലുകൾ ചർച്ചയ്ക്ക് വരും. ആ ബില്ലുകളൊക്കെ തന്നെ പാസ്സാക്കാതിരിക്കണമെന്ന് കേരളത്തിൽ നിന്നുള്ള LDFും UDFും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ കേരള നിയമസഭയിൽ ഇരുപക്ഷത്തെ MLA-മാർ ചേർന്ന് പ്രമേയം പാസ്സാക്കിയത്. അപ്പം കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ BJP സർക്കാർ അസന്നിഗ്ധമായി പറയുന്നുണ്ട്, ഞങ്ങൾ ഈ വഖഫ് നിയമത്തിലെ പോരായ്മകൾ പരിഹരിക്കും. ചില തെറ്റായ നിയമങ്ങളുണ്ടെങ്കിൽ ആ നിയമങ്ങൾ പൊളിച്ചെഴുതും. അപ്പോൾ അത് അനുവദിക്കാതിരിക്കണം, അല്ലെങ്കിൽ കേരളത്തിലെ BJPയുടെ നിലപാട് തെറ്റാണ്, ക്രൈസ്തവർ മുഴുവൻ BJPക്ക് ഒപ്പം ഉണ്ടെന്ന് പറയുന്ന നരേറ്റീവ് തെറ്റാണെന്ന് തെളിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ സൃഷ്ടിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളല്ല BJPയെ വളർത്തുന്നതും തളർത്തുന്നതുമെന്നും ഇനിയെങ്കിലും അവർ തിരിച്ചറിയണം. കാരണം BJPക്ക് ഇക്കാലം അത്രയും ഉണ്ടായ വളർച്ച ക്രമാനുഗതമായി ഉണ്ടായി. ഇപ്പോൾ പാലക്കാടാണ് അവർക്ക് നഗരത്തിൽ വലിയൊരു മുൻതൂക്കമുള്ള ഒരു സ്ഥലം, പിന്നൊന്ന് തിരുവനന്തപുരമാണ് അല്ലേ. അപ്പോൾ ഈ പാലക്കാട്ടെ കൗൺസിലർമാരെല്ലാം അവിടുത്തെ സ്ഥാനാർത്ഥിക്ക് എതിരാണ്. ശരിയായിരിക്കാം, അവിടുത്തെ സ്ഥാനാർത്ഥിക്ക് എതിരാണെങ്കിൽ പുതിയ നേതൃത്വം വരട്ടെ. അല്ലാതെ പാലക്കാട്ടെ കൗൺസിലർമാർ മുഴുവൻ BJPക്ക് എതിരല്ല. ആ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിൽ ചില ഉദ്ദേശങ്ങൾ ഇവർക്കുണ്ടെന്ന് തീർച്ചയായിട്ടും. എന്തായാലും മാധ്യമങ്ങളുടെ ഇത്തരം നുണപ്രചരണങ്ങളിലൊന്നും തളരുന്നവരല്ല BJP എന്ന പാർട്ടി. നേതാക്കളെ ഞാൻ പറയുന്നില്ല, BJP എന്ന പാർട്ടി. അത് നിങ്ങൾ ഇനി എത്ര തളർത്താൻ ശ്രമിച്ചാലും അനുദിനം വളർന്നുകൊണ്ടേയിരിക്കും. അവരുടെ ലക്ഷ്യം എന്താണ്, അത് എത്തുന്നത് വരെ ആ ലക്ഷ്യത്തിൽ അവരെ ഇന്ത്യ ഭരിക്കുന്നത് 3 തവണ തുടർച്ചയായി നരേന്ദ്രമോദിക്ക് ഭരിക്കാൻ കഴിഞ്ഞെങ്കിൽ കേരളത്തിൽ ഒരു BJP മന്ത്രിസഭ വരുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അത് കാലങ്ങൾ എടുത്താലും അത് കൊണ്ടുവരാനുള്ള കഴിവ് BJPക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് BJPയെ താറടിച്ച് കാണിക്കുന്നവർ അവരുടെ ലക്ഷ്യം കാണുക.